അത് നമ്മൾ നിലനിർത്തണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇൻതലഖ സലാസത്തു നഫരിൻ മിമ്മൻ കാന ഖബലകും ഹത്താ ആവാഹുൽ മബീതു ഇലാ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, 3 പേര് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചപ്പോ ആ ഗുഹാമുഖത്തെ വലിയ ഒരു പാറക്കല്ല് കൊണ്ട് മൂടപ്പെടുകയാണ്. 2 നന്മകളിലൂടെ 2 ചെറുപ്പക്കാരുടെ ദുആയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാറക്കല്ല് അവരുടെ ഗുഹാമുഖത്ത് നിന്ന് അല്പം നീക്കുകയുണ്ടായി. 3ാമത്തെ ഒരു ചെറുപ്പക്കാരന്റെ ദുആ എന്തായിരുന്നു? അത് കുടുംബ ബന്ധവും രക്തബന്ധവുമായുള്ള ബന്ധമാണ്. ആദ്യത്തെ അള്ളാഹുവിനുള്ള ബന്ധം അയാളെ സൂചിപ്പിക്കുന്നുണ്ടായി. 2ാമത്തെ ബന്ധം ഇടപാടുകൾ തമ്മിലുള്ള ബന്ധം, അത് ഇന്നലെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി. 3ാമത്തെ ബന്ധമാണ് നമുക്ക് ഇന്നിവിടെ സൂചിപ്പിക്കേണ്ടത്. അതോടുകൂടിയാണ് മൊത്തം തുറക്കുന്നത്. കലവറ 3 തുറന്നു, 2 എണ്ണ കയറിക്കാൻ തുറന്നിട്ടുള്ളൂ. അത് കുറെ നാളുകൊണ്ട് ഇങ്ങനെ തുറക്കാന്ന് പറഞ്ഞു ഇന്ന് നമുക്കിവിടെ തുറന്നിട്ട് പോകണം. 3ാമത് എന്താ സംഭവിച്ചത്? 3ാമത്തെ ചെറുപ്പക്കാരന്റെ ദുആ, അല്ലാഹുമ്മ കാന ലീ അബവാനി ശൈഖാനി കബീറാൻ ഫകുന്തു ഉഗ്ബിഖുഹുമാ ഖബല അൻ ഉഗ്ബിഖ മാഹിലി വമാലി. ഹദരത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാക്കളോട് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന സംഭവം. 3ാമനായ വ്യക്തി ആ ഗുഹയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് വൃദ്ധനായ മാതാപിതാക്കളുണ്ടല്ലോ. കാനലി അബവാനി ശൈഖാനി കബീറാൻ. വയസ്സായ വാപ്പാവുമ്മ എനിക്കുണ്ടല്ലോ, വയസ്സായ വാപ്പാവുമ്മ. ഞാൻ അവർക്ക് പാല് കൊടുക്കാതെ, അവരെ ഞാൻ ഭക്ഷിപ്പിക്കാതെ എന്റെ ഭാര്യക്കോ എന്റെ മക്കൾക്കോ ഞാൻ ഭക്ഷിപ്പിക്കുകയില്ല, ഞാൻ ഭക്ഷണം കൊടുക്കുകയില്ല. ഞാൻ അവർക്കാണ് പ്രാമുഖ്യം നൽകുക, മുൻഗണന നൽകുക. അവർക്കാണ് ഞാൻ മുൻഗണന നൽകുക. അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാറില്ല അല്ലാഹ്, എന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കാറില്ല അല്ലാഹ്. ഒരു ദിവസം ഞാൻ വിറക് വെട്ടാൻ വളരെ ദൂരത്ത് പോയി മടങ്ങി വരുമ്പോ അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾ വിശന്നുറങ്ങിപ്പോയി. ഞാൻ പെട്ടെന്ന് പോയി, ഞാൻ ഒട്ടകത്തിന്റെ പാല് കറന്നു. ആ പാലുമായി എന്റെ മാതാപിതാക്കളുടെ അരികിലേക്ക് ഞാൻ കടന്നു വന്നപ്പോ അവർ 2 പേരും ഉറങ്ങിയതായി ഞാൻ കാണുകയുണ്ടായി. അല്ലാഹുവേ, എന്റെ കൈവശം അവർക്കുള്ള പാലിന്റെ പാത്രം ഉണ്ടായിരുന്നു. എന്റെ കുഞ്ഞുമക്കളോ എന്റെ കൊച്ചുകുട്ടികളോ വിശന്ന് പൊട്ടിക്കരയുകയാണ്. അവരെന്റെ കാലിൽ പിടിച്ച് യാചിക്കുകയാണ്. എന്റെ കയ്യിലോ പാൽ പാത്രമാണ്. അല്ലാഹ് കുന്തുല ഉഗ്ബിഖുഹുമാ ഖബല അൻ ഉഗ്ബിഖ വലദി ഖബല അൻ ഉഗ്ബിഖ വാലിദാ. എന്റെ മാതാപിതാക്കൾക്ക് നൽകാതെ ഞാൻ എന്റെ മക്കൾക്ക് നൽകുകയേ ഇല്ല അല്ലാഹ്. എന്റെ കുട്ടികൾ എത്ര പട്ടിണി കിടന്നാണ് എന്റെ കാലിൽ കിടന്ന് പൊട്ടിക്കരയുന്നത്. പടച്ചവനെ, എന്റെ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ, ദുഃഖിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ അവരുടെ കട്ടിലിന്റെ അരികെ ഞാൻ പാൽപാത്രവുമായി നിലയുറപ്പിക്കുകയുണ്ടായി. അവർ 2 പേരും ഉണരുന്നത് വരെ സുബഹിയുടെ സമയമായപ്പോൾ അവർ ഉണർന്നു. ഞാൻ അവരെ കുടിപ്പിച്ചു. എന്റെ കുട്ടികൾ പോലും വിശന്ന് കിടക്കുകയാണ്. എന്റെ കുട്ടികൾ പൊട്ടിക്കരയുകയാണ്. പക്ഷെ ഞാൻ എന്റെ കുട്ടികളെ പരിഗണിച്ചില്ല. എന്റെ കുട്ടികളെ പരിഗണിക്കാതെ എന്റെ വാപ്പയും ഉമ്മയുമാണ് ഞാൻ പരിഗണിച്ചത്. പഠിച്ചവനെ, അവർ ഉണർന്നപ്പോൾ ഞാൻ അവർക്ക് പാല് കൊടുത്തു. അവരത് കുടിച്ചു. അതിനുശേഷമാണ് എന്റെ കുടുംബത്തിനെ ഞാൻ കുടിപ്പിച്ചത്. അല്ലാഹുമ്മ ഇൻ കാനത് ഇബ്തിഗാ വജ്ഹിക ഫഫർജ് അന്നാ മാ നഹ്നു ഫീ. അല്ലാഹുവേ, ഞാൻ ഈ ചെയ്തത് നിന്റെ ദർബാറിൽ സ്വീകാര്യമുള്ള അമലാണെങ്കിൽ അല്ലാഹ്, ഈ മാരകമായ വിപത്തിൽ നിന്ന്, ഈ അത്യാഹിതത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിന് വിവരിച്ചു കൊടുത്തു.
فانفرجا فخرجوا يمشون. അത് പരിപൂർണമായി മാറുകയും ആ മൂന്ന് യുവാക്കളും ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് നടന്നു പോവുകയും ചെയ്തു. വാപ്പാക്കും ഉമ്മാക്കുമുള്ള ഉത്തരവാദിത്തം രക്തബന്ധുക്കളോടുള്ള കടമയാണ്, കുടുംബക്കാരോടുള്ള കടമയാണ്, കടപ്പാടാണ്. മൂന്നാമത് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നത് ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആശറ. അത് രക്തബന്ധുക്കളോടുള്ള കടമയാണ്, അത് കുടുംബ ബന്ധുക്കളോടുള്ള കടമയാണ്, അത് മാതാപിതാക്കളോടുള്ള കടമയാണ്, അത് മക്കളോടുള്ള കടമയാണ്. ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല യസ്അലുൽ വാലിദ ഖബ്ല മാതാപിതാക്കളെ നിങ്ങൾക്ക് മക്കളോട് കടമയില്ലേ? മക്കളെ നിങ്ങൾക്ക് മാതാപിതാക്കളോട് കടമയില്ലേ? മാതാപിതാക്കളെ അനുസരിക്കാത്ത എത്രയോ വൃത്തികെട്ട മക്കളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. വാപ്പയെ ഉമ്മയെ വഞ്ചിച്ചുകൊണ്ട് ഒളിച്ചോടി പോകുന്ന എത്രയോ നാറികളായ വൃത്തികെട്ട പെൺകുട്ടികൾ നമ്മുടെ കുടുംബത്തിലില്ലേ? ഇവളെ ശപിക്കപ്പെട്ടവളാണ്, ഇവളെ നാളെ നരകത്തിന്റെ തീയാണ്. ഇവൾ ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെടുകയും ഈ ദുനിയാവിൽ അവൾ നികൃഷ്ടയും നിന്നയുമായിട്ടല്ലാതെ മാതാപിതാക്കളെ വേദനിപ്പിച്ചവളും വഞ്ചിച്ചവളും മരിച്ചു പോവുകയില്ല എന്ന് കമാ ഖാല റസൂലുള്ളാഹി. വാപ്പയോട് ഉമ്മയോടുള്ള കടമ അതാണ്. നമ്മൾ എത്ര നിസ്കരിച്ച് ബാത്റൂമിൽ പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പ ഉമ്മ അത് അള്ളാന്റെ ദർബാറിൽ അത് സ്വീകാര്യമാണ്. അള്ളാഹ് കഴിഞ്ഞാൽ അടുത്ത കടമ മാതാപിതാക്കൾക്കാണ്, വാപ്പക്കും ഉമ്മക്കും ആണ്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ ഇത്രയും കടമ. അതുകൊണ്ടല്ലേ ഈ ചെറുപ്പക്കാരൻ ദുആ ചെയ്ത് എന്റെ വാപ്പാക്കും എന്റെ ഉമ്മാക്കും ഞാൻ ഭക്ഷണം കൊടുക്കും, എന്റെ ഭാര്യയ്ക്കും മക്കളും കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ അവർക്ക് കൊടുക്കും അല്ലാഹ്. അതുകൊണ്ട് ഇത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നില്ല. അപ്പോഴേ രക്ഷപ്പെടുത്തും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് കബൂലായി എന്നല്ല എന്റെ അർത്ഥം. അതല്ല അതിന്റെ അർത്ഥം. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണമെന്ന് അല്ലാഹ് ഖുർആൻ വരെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നമ്മൾ ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടോ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എന്റെ ബാല്യത്തിൽ എന്റെ ശൈശവത്തിൽ എന്നോട് കരുണ കാട്ടി എന്റെ മാതാപിതാക്കളോട് നീ കരുണ കാട്ടണേ അല്ലാഹ്, കരുണ ചൊരിയണേ അല്ലാഹ്. ആര് പഠിപ്പിച്ചു? അല്ലാഹ് പഠിപ്പിച്ച ദുആയാണ്. അല്ലാഹ് പഠിപ്പിച്ച ദുആയാണ്. കുട്ടികളെ നിങ്ങൾ ദുആ ചെയ്യുക. ഒരു കുട്ടി സാലിഹാണ്, ഒരു കുഞ്ഞ് സാലിഹായ സന്താനമാണ്, സദ്വർത്തയായ മക്കളാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അവരുടെ ദുആയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത സന്താനങ്ങൾ സാലിഹീങ്ങളായ സന്താനമല്ല. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാതെ ആരെങ്കിലും കൈകൾ ഉയർത്തിയിട്ട് താഴ്ത്തിയിട്ടാൽ അവർ വാപ്പാക്കും ഉമ്മാക്കും സാലിഹായ സന്താനമേ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ല? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എന്റെ ശൈശവത്തിൽ എത്ര ത്യാഗം അനുഭവിച്ചതാണ് എന്റെ ഉമ്മ. എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, എത്ര വിഷമമുണ്ടാവും. നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ ആ ഉമ്മയുടെ വിഷമം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് ചോദിച്ചില്ലേ, നബിയേ, മൻ അഹഖു ബിഹുസ്നി സഹാബതി, എനിക്ക് മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണ് നബിയേ? ഉമ്മുകാ, നിന്റെ ഉമ്മയോടാണ്. രണ്ടാമതും ചോദിച്ചു, വീണ്ടും നബി തങ്ങൾ പറഞ്ഞു ഉമ്മുകാ, നിന്റെ ഉമ്മയോടാണ്. മൂന്നാമതും ചോദിച്ചു, മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു ഉമ്മുകാ, നിന്റെ ഉമ്മയോടാണ്. നാലാമത്തെ ചോദ്യത്തിനാണ് പറഞ്ഞത് അബൂകാ, നിന്റെ ഉപ്പയോടാണ്. മൂന്ന് പ്രാവശ്യം ഉമ്മുകാ 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 ഉമ്മുകാ. എന്റെ ഉമ്മ 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 ഉമ്മ. ഉമ്മ അനുഭവിച്ച ത്യാഗമൊന്നും വാപ്പ അനുഭവിച്ചിട്ടില്ലല്ലോ. വാപ്പ അനുഭവിച്ചിട്ടുണ്ടോ? വാപ്പാക്ക് പ്രസവവേദന ഇറങ്ങി കല്ലിന്റെ അസുഖം പറഞ്ഞു. കല്ലിന്റെ അസുഖം വന്നാലേ വാപ്പാടെ പ്രസവവേദന എന്ന് മനസ്സിലാവുള്ളൂ. അല്ല പിന്നെ എന്താ പ്രസവം? ആണുങ്ങളുടെ പ്രസവവേദന കല്ലിന്റെ അസുഖമാണ്. അത് പുറത്ത് ചാടണം, അത് ഇളകണം, എന്ന് കിടന്ന് നിലവിളിക്കുന്ന കാണണം. പെണ്ണുങ്ങളുടെ പ്രസവവേദന അത് അവരുടെ കണ്ട അത്. പിന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ കിട്ടി നല്ല നല്ല സന്തോഷത്തിന്റെ പേരിൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് എളുപ്പമാക്കി കൊടുക്കും, പെട്ടെന്നാക്കി കൊടുക്കും, റാഹത്താക്കി കൊടുക്കും. അതൊന്നും അവർക്ക് വിഷയമല്ല. 99% വികാരം അല്ലാഹു സ്ത്രീകൾക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു വികാരമേ പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കറിയോ? ആർക്കാ വികാരം കൂടുതൽ, പുരുഷനോ സ്ത്രീക്കോ? സ്ത്രീക്കാണ്. ആ 99% വികാരങ്ങൾക്കും പരിഹാരമാണ് ഈ പ്രസവം. ഈ പ്രസവമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ ഹക്ക്. ഉപ്പയേക്കാൾ ഏറ്റവും കൂടുതൽ ഹക്ക് ഉമ്മയോടാണ്. ഈ കുട്ടി വാപ്പ ഇട്ടിട്ട് പോയാൽ ഈ ഉമ്മ കളയോ കുഞ്ഞിന്?
വാപ്പ വിട്ടിട്ട് പോയി. വാപ്പ മലപ്പുറത്തോട്ട് പോയി. അവിടെ പോയി പെണ്ണും കെട്ടിയാണെന്ന് കാണിച്ചു. 2-3 കുട്ടികൾ ഉണ്ടാക്കിയിട്ട് അയാളുടെ പാട്ടിന് പോയി. 3 റിലീസായിട്ട് എന്ന് പറഞ്ഞ മാക്രിയുടെ കുട്ടി കിടന്ന് കരഞ്ഞടക്കാൻ ആരും ഉത്തരവാദിത്തം വഹിക്കാൻ ആരും ഇല്ല. പിന്നെ തള്ള എന്ത് കളയാൻ പറ്റുമോ? ഈ പാവം പിടിച്ചതിനെല്ലാം കൂടെ ഒരു സിമി കവറിനകത്ത് കെട്ടി തൂക്കിയിട്ട് അള്ളാഹു അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ് ഈ തള്ള പാവം. തന്ത അവിടെ പോയിട്ട് വേറെ പെണ്ണും കെട്ടി താമസിക്കുന്നു. തള്ള കളയില്ല, കാരണം അവൾക്കറിയാം എന്റെ വിഷമം. ആ 10 മാസം ഗർഭിണിയായതും ആ നൊന്ത് പ്രസവിച്ചതിനെ ത്യാഗം അവൾക്കറിയാം. അതുകൊണ്ട് ആ മാതാവ് അവരെ സംരക്ഷിക്കും. പണ്ടായിരുന്നു, ഇപ്പൊ അവളെയും കൂടെ കളഞ്ഞിട്ട് കാമുകനോട് വിളിച്ചോടാണ്. അത് പുതിയ സാധനങ്ങൾ. അതിപ്പം വാപ്പായും വേണ്ട, ഉമ്മയും വേണ്ട, ഭർത്താവിനെയും വേണ്ട. 3 മക്കൾ 4 മക്കളുള്ളതൊക്കെ ഒളിച്ചോടുകയാണ്. ഇത് എന്ത് സാധനവും നമുക്ക് തന്നെ അറിയില്ല. അള്ളാഹു അങ്ങനത്തെ കുറെ കാലങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതിന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ഉമ്മത്തിനെ അതിൽ നിന്ന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഹക്ക് നമ്മുടെ ഉമ്മയോടാണ്. ഉപ്പയോടില്ല എന്നല്ല കേട്ടോ, ഉപ്പയോടുണ്ട്. പക്ഷെ ഏറ്റവും ഉമ്മായിലും ഉപ്പായിലും ഏറ്റവും കൂടുതൽ ഹക്ക് തന്റെ ഉമ്മയോടാണ്. അതുകൊണ്ടാണ് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ വലിയ മഹബത്തും സുഹബത്തും ഒക്കെ ആവും. അങ്ങനെ ആയതിനു ശേഷം നമ്മൾ പിന്നെ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഉമ്മയും തള്ളും ഉപ്പയും തള്ളും. അങ്ങനെ കുറെ ഗ്രൂപ്പുകാരുണ്ട്. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഉമ്മയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അടിക്കുകയും പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്യുന്ന ധാരാളം അഹങ്കാരികൾ നമ്മുടെ നാട്ടിൽ കാണും. നമ്മൾ മനസ്സിലാക്കണം. അത് ഏറ്റവും വലിയ ശിക്ഷയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. എത്ര വലിയ നിസ്കാരവും തൗബ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടിരിക്കുന്ന ആളായും ശരി, ഉമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് പരിഗണന നൽകിയാൽ അള്ളാഹു നിന്നെ വെറുതെ വിടുകയില്ല. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം അതിനെ നമ്മൾ അറിയിക്കുന്നത്. അൽഖമ റളിയല്ലാഹു തആല അൻഹു സഹാബിക്ക് കലിമ ചൊല്ലാൻ പോലും കഴിയാതെ കടന്ന് വിഷമിക്കുന്ന സമയത്ത് നബി തങ്ങൾ ഹദറത്തിൽ വന്ന് അൽഖമയുടെ അരികിൽ നിന്നിട്ട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, എവിടെ അൽഖമയുടെ ഉമ്മ? ഒറ്റ ചോദ്യം അതേ ഉള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. കാരണം അൽഖമ നല്ല ആളാണെന്ന് നബി തങ്ങൾക്ക് അറിയാം. ചോദിച്ച ഒരേ ഒരു ചോദ്യം, എവിടെ അൽഖമയുടെ ഉമ്മ? അപ്പോഴാണ് സഹാബത്ത് പറഞ്ഞത് അദ്ദേഹവുമായിട്ട് വെറുപ്പിലാണ്, വിദ്വേഷത്തിലാണ്, വഴക്കിലാണ്. അദ്ദേഹമായിട്ട് മിണ്ടാറില്ല, മിണ്ടൂല. ഉമ്മയായിട്ട് വഴക്കിലാണ്, മിണ്ടൂല നബിയെ. ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് സഹാബാക്കൾക്കിടയിൽ ഉണ്ടായിട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരേ ഒരു വാക്ക്, അൽഖമയെ ഇപ്പം നമ്മൾ കത്തിക്കണം എന്ന് പറഞ്ഞ വാക്ക്. ഉമ്മയെ വെറുപ്പിച്ചിട്ട് ഭാര്യയുടെ കൂടെ താമസിച്ച അൽഖമയെ വിറക് കൊണ്ട് കത്തിക്കാൻ നബി തങ്ങൾ ബിലാലിനോട് പറയാ, ബിലാലെ വിറക് കൂട്ട് ഇപ്പൊ കത്തിക്കാം. എന്താ പറഞ്ഞ വാക്ക് ആലോചിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, അൽഖമയുടെ ഉമ്മയെ നിങ്ങൾ കൊണ്ടുവരണമേ. എവിടെയാണെങ്കിലും അൽഖമയുടെ മാതാവിനെ നിങ്ങൾ കൊണ്ടുവരണമേ. ബഹുമാനപ്പെട്ട സഹാബാക്കളെ തെരഞ്ഞുപിടിച്ച് അൽഖമയുടെ ഉമ്മയെ കൊണ്ടുവരികയാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് കൊണ്ടുവന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം ചൊല്ലി സലാം അടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവരോട് ചോദിക്കുകയുണ്ടായി, യാ ഉമ്മ അൽഖമ, അൽഖമയുടെ മാതാവേ, എന്നോട് കളവ് പറയരുതേ, സത്യം മാത്രം പറയണേ. ഞാൻ ചോദിക്കുന്നതിന് സത്യമായ മറുപടി നൽകണേ. ഒരു പക്ഷേ എന്നോട് നിങ്ങൾ കളവ് പറഞ്ഞാൽ അല്ലാഹു എനിക്ക് സത്യം മനസ്സിലാക്കി തരും. അതുകൊണ്ട് എന്നോട് കളവ് പറയരുതേ മാതാവേ. ഒരിക്കലും ഞാൻ കളവ് പറയില്ല. നിങ്ങളുടെ മകൻ അൽഖമയുടെ സ്വഭാവം എന്താണ്? ഉടനെ ആ മാതാവ് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ അവനോട് കോപത്തിലാണ് നബിയേ, വെറുപ്പിലാണ് നബിയേ, ഞാൻ അവനോട് വിദ്വേഷത്തിലാണ് നബിയേ. അതെന്താ കാരണം? യാ റസൂലല്ലാഹ്, എന്റെ വാക്കിനേക്കാൾ അവന്റെ ഭാര്യയുടെ വാക്കിനാണ് ഇവൻ സ്ഥാനം നൽകുന്നത്. എന്റെ വാക്കുകൾക്ക് സ്ഥാനം നൽകാറില്ല നബിയേ. അവന്റെ ഉമ്മ എന്ന പരിഗണന പോലും എനിക്കവൻ നൽകാറില്ല യാ റസൂലല്ലാഹ്. അവന്റെ ഭാര്യക്കാണ് എന്നെക്കാൾ അവൻ സ്ഥാനമാനങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് നബിയേ, ഇന്നി സാഖിത്തുൻ അലൈഹി, ഞാൻ അവനോട് വെറുപ്പാണ്. എനിക്കവൻ മുഖം കാണേണ്ടതില്ല, ഞാൻ അവന് മാപ്പ് ചെയ്യില്ല എന്ന് കർക്കശ സ്വഭാവത്തോടുകൂടി വാശി പിടിച്ച ഈ മാതാവിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഉമ്മാ ഇർഹമീ തുർഹമീ,
നിങ്ങൾ മാപ്പ് ചെയ്യണേ, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് ചെയ്തേക്കാം. ഇല്ല, എനിക്ക് മാപ്പ് ചെയ്യാൻ കഴിയില്ല, കാരണം അത്രത്തോളം എന്നെ വേദനിപ്പിച്ചവനാണ്. ഞാൻ അവനെ നൊന്ത് പ്രസവിച്ചു, ഞാൻ അവന് ഭക്ഷണം വാരി വെച്ചു കൊടുത്തു, എന്റെ ശരീരത്തിൽ കാഷ്ടിച്ചു മൂത്രിച്ചു. പക്ഷേ അവൻ കല്യാണം കഴിച്ച സമയത്ത് അവൻ പെണ്ണുകെട്ടി ഒരു സുന്ദരിയെ കൊണ്ടുവന്നു. ഞാനൊരു വയസ്സായപ്പോ എന്നെ അവൻ പുറത്താക്കി. ഞാൻ ഇനി അവനുമായിട്ട് എന്ത് ബന്ധം നബിയേ? ഇല്ല, എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധമില്ല, ഞാൻ അവന് മാപ്പ് ചെയ്യില്ല. ഒറ്റ വാശി, കാരണം അത്രയ്ക്കും വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കുമല്ലോ മാപ്പ് ചെയ്യില്ല ഇത്രയ്ക്കും വാശി പിടിച്ചത് നബി തങ്ങളുടെ മുന്നിൽ വെച്ച്. അത്രയ്ക്കും വാശി പിടിക്കണമെങ്കിൽ ആ മാതാവിനെ അത്രയ്ക്കും വേദനിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് സഹാബാക്കളുടെ ചരിത്ര, അടക്കം തലക്കാരുടെ ചരിത്രം അല്ല കേട്ടോ, സഹാബാക്കളുടെ ചരിത്രമാണ്. അത്രയ്ക്കും വേദനിപ്പിച്ചിട്ടുണ്ടാകും. മാപ്പ് ചെയ്യുമോ ഉമ്മ? ഇല്ല, ഇല്ല. നബീന റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തിനോട് പറയുകയാണെങ്കിൽ, സഹാബാ നിങ്ങൾ വിറക് ശേഖരിക്കണേ, ഇപ്പോൾ ഈ ഉമ്മാന്റെ മുന്നിൽ വെച്ച് തന്നെ നമുക്ക് ഈ അൽഖമയെ ചുട്ടുകരിക്കാം. അദാബുല്ലാഹി അശദ്ദു മിൻ അദാബി ദുനിയാ. ഉമ്മാ, ദുനിയാവിന്റെ ശിക്ഷയേക്കാൾ നാളെ ആഖിറത്തിന്റെ ശിക്ഷ കഠോരമാണ്, കടുപ്പമേറിയതാണ്. ഒരു ഉമ്മയെ വേദനിപ്പിച്ചവന്റെ ശിക്ഷ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് മാതാവേ. അതുകൊണ്ട് അദാബുല്ലാഹി അശദ്ദു വഅബ്ഖാ, അത് സത്യമാണ്, ആ ശിക്ഷ യാഥാർത്ഥ്യമാണ്, അവൻ നിരന്തരമായി അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പൊറുക്കപ്പെടാത്ത ഈ വ്യക്തിക്ക് ഞാനിപ്പോൾ ശിക്ഷ നൽകുകയാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ട് സഹാബത്തിനോട് പറയുകയാണ്. സഹാബാ ഫജ്മഅ ലഹു ഹതബാ, ഇപ്പൊ കത്തിക്കാം. ആ ഉമ്മാന്റെ മുന്നിലിട്ട് തന്നെ കത്തിച്ച് ചാമ്പലാക്കാം. ഏതൊരു മാതാവും അതാണ് മാതാവ് കേട്ടോ, അതാണ് ഉമ്മ. ഈ ഉമ്മ, ഈ മകൻ ഉമ്മ എത്ര വേദനിപ്പിച്ചാലും ഈ മകൻ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് ഉമ്മയെ കൊണ്ട് സഹിക്കാൻ പറ്റും. അതാണ് ഉമ്മ, അതാണ് ഉമ്മ. എന്നാ ഭർത്താക്കന്മാരെ ഭാര്യ അങ്ങനെയാണോ? അവൻ പോയ അടുത്ത ആളിനെ കിട്ടും. ഇവനിപ്പോ 10-55 വയസ്സാകുമ്പോ 33 കിട്ടും. വലിയ ഉമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ ഉമ്മ രാത്രി നമ്മളെ പ്രതീക്ഷിച്ചിരിക്കും, ഭാര്യ പ്രതീക്ഷിച്ചിരിക്കുമോ? 10 പറയും, താക്കോല് കണ്ട് അവിടെ ചവിട്ടിയുടെ അടി വെച്ചിട്ടുണ്ട്, നമ്മൾ വന്ന് തുറന്നിട്ട് കയറിക്കോണം, ഞാൻ ഉറങ്ങാൻ പോവാന്ന് അവള് പറയും. ഉമ്മ ആണെങ്കിൽ ഒരു ജനലിന്റെ പാളി തുറന്നിട്ട് വല്ല ബൈക്കോ വണ്ടിയൊക്കെ വരുമ്പോ ഇങ്ങനെ നോക്കും, അവനാന്നോ വന്നു. വെറുതെ പൂച്ച ചാടിയാലും റസാക്കാന്നോടാ, അല്ല പൂച്ച ചാടിയതാ. ഓരോലമടൽ വീണാലും അല്ലോ അവൻ വന്നായിരിക്കും അല്ലേ, വെറുതെ. അതാണ് ഉമ്മ. ഭാര്യ അപ്പൊ ഒന്നി അവള് ചാറ്റുമായിരിക്കും, ഇല്ലെങ്കിൽ നല്ല ഉറപ്പമായിരിക്കും. രണ്ടല്ലൊരു കാര്യം ഉറപ്പാണ്, കെട്ടിയവനോടല്ല ചാറ്റുന്നത്. അതാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അല്ലെങ്കിൽ എപ്പോഴാ ഒരു 10:30 വിളിച്ചു നോക്കൂ, എവിടെ എത്തി? ഞാൻ ഇവിടെ എത്താറ ഇടപ്പള്ളിക്കോട്ടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കാൻ. എന്നാൽ ഞാൻ എനിക്ക് തലവേന എടുത്ത് നിൽക്കാൻ, ഞാൻ ഉറങ്ങട്ടെ, അത് അവിടെ കഥ തുറന്നിട്ടേക്കാവുക. ലൈറ്റൊന്നും ഇടാതെ വന്ന് കിടക്കണേക്ക, എനിക്ക് ലൈറ്റ് ഇട്ടാൽ പിന്നെ ഉറക്കുവാൻ മിണ്ടാതെ പാവം തപ്പിത്തടഞ്ഞ് മൊബൈലിന്റെ ലൈറ്റിനകത്ത് വേണം പെണ്ണുമ്പിള്ള അടുത്തേക്ക് പോകാൻ. ഇല്ലെങ്കിൽ അവളെങ്ങാണ് നമ്മളെ തലാക്കി വലിയ തീർന്നില്ല സംഭവം. തലാക്കി വലിയ പ്രശ്നമില്ല, പിന്നെ മേടിച്ചൊക്കെ നമ്മൾ വിറ്റ് തിന്ന തിരിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവള് പോയാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടിമപ്പെട്ടാൻ കഴിയേണ്ടി വരും. അവള് പറഞ്ഞാൽ അനുസരിച്ച് അങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് ഇതൊന്നും മേടിക്കാൻ പോകരുതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും കേസിട്ട് വന്ന കല്ലിൽ ഇറങ്ങിപ്പൊടി മിണ്ടാതെന്ന് പറയാം. നമ്മൾ അങ്ങോട്ട് കൊടുത്ത് കെട്ടുവാണെങ്കിൽ നമ്മൾ പറയുന്ന വഴിക്ക് അവിടെ നിൽക്കും. വേണമെങ്കിൽ നീ അവിടെ നിന്നില്ല, ഞാൻ ഇനിയും പോയി കെട്ടുമെന്ന് പറയും. മിണ്ടില്ല, പ്രശ്നം. ഇതിപ്പോ അവിടുന്ന് മൊത്തം വാങ്ങിയിട്ട് നമ്മൾ ഒന്നിൽ കൊണ്ടുവന്ന് അവള് പറയുന്നത് കേട്ടേ പറ്റുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല, അനുസരിക്കണം. അതാണ് അഭിമാനം. ഒരാള് ഭാര്യയുടെ ഇടങ്ങേറ് കാരണം സഹിക്കാൻ വയ്യാതെ ബഹുമാനപ്പെട്ട സുഫിയാൻ തൗരി റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് വിട്ട് പരാതി പറഞ്ഞു. ഒരാള് സഹിക്കാൻ വയ്യ ഭാര്യയുടെ ഇടങ്ങേറ്. യാ ബാ മുഹമ്മദ് അഷ്കൂ ഇലൈക മിൻ ഫുലാന, എന്റെ ഭാര്യയെ കുറിച്ച് ഒരു പരാതി പറയാൻ ഞാൻ വന്നതാണ്. യാ ബാ മുഹമ്മദ്, സുഫിയാൻ തൗരി റളിയല്ലാഹു തആല അരികിലേക്ക്. എന്താ പ്രശ്നം? ഞാൻ അവളുടെ അരികിൽ ഒരു വിലയുമില്ല, ഒരു നിലയുമില്ല, ഒരു നിന്ദ്യനാണ് മഹാനവറുകളെ. അതല്ലുൽ അഷ്യ എന്ന് പറഞ്ഞാൽ 1 രൂപക്ക് അവളുടെ മുന്നിൽ എനിക്കൊരു വിലയില്ല. അത്രയ്ക്ക് എന്നെ അവളൊരു വെറും ഒരു തരം താഴ്ന്നവരായിട്ടാണ് കാണുന്നത് മഹാനവറുകളെ. എന്താണ് പരിഹാരം? അല്പസമയം ബഹുമാനപ്പെട്ട സുഫിയാൻ തൗരി റളിയല്ലാഹു തആല തല കുനിഞ്ഞിരുന്നു.
കുറെ കഴിഞ്ഞ് തല ഉയർത്തിയോട് ചോദിച്ചു, ലഅല്ലക റഗിബ്ത ലിതസ്ദാദൽ ഇസ്സ, നീ അവളെ കല്യാണം കഴിച്ചത് അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടിയായിരുന്നില്ലേ? അതെ. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല പറയാണ്, മൻ ദഹബ ഇലൽ ഇസ്സി ഉബ്തുലിയ മിനദ്ദുല്ലി, ആരെങ്കിലും അഭിമാനത്തെയും പ്രൗഢിയെ കരുതിക്കൊണ്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അല്ലാഹു അവനെ നിന്ദ്യത കൊണ്ട് പരീക്ഷിക്കുമെന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുകയാണ്. ആരെങ്കിലും ഇസ്സത്ത്, അവളെ കല്യാണം കഴിച്ചാൽ നമുക്ക് ഇസ്സത്ത് ഉണ്ട്, അഭിമാനം കിട്ടും, നല്ല കുടുംബമാണല്ലോ, ഗോത്രമൊക്കെ ഒക്കെ കിട്ടും, അതൊക്കെ നല്ല സുഖം തന്നെ. കണ്ണൂരിൽ പോയി കല്യാണം കഴിക്കും, നല്ല അറ കിട്ടും, വീട് കിട്ടുന്നുണ്ട്. ശരിയാ, അറ കിട്ടും. ആ അറയ്ക്ക് രണ്ടർത്ഥമുണ്ട്. ആദ്യം ഒരു അറ കിടക്കാനുള്ള റൂം, പുലൂസ് ഇല്ലാതെ വന്ന അറ, അതേപോലെ നമുക്ക് പുറത്തിട്ട് അറ തരുന്നില്ല. കണ്ണൂരൊക്കെ പോയി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്കൊക്കെ സുഖം ഇവിടെ ഇല്ല അബീവേ, സമ്പാദിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, മാമ അമ്മോശം നല്ല പോലെ സമ്പാദിച്ചോണ്ട് തരും, നല്ല പുഷ്പുൾ മെത്ത, ഇത്രയും വലിയ മെത്തയാ. ഞങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളെ അവരെ ഒഴിവാക്കിയിട്ട് നമ്മളെ കിടത്ത് ഉറക്കാൻ. പിന്നെ പുതിയാപ്പോൾ നമ്മളല്ലോ അതിന് പോകുമ്പോൾ അന്നത്തെ ഒരു ദിവസം അതിനകത്ത് ഉറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കും, മോളിലെല്ലാം എത്ര അലമാരിക്കകത്തോടെ കയറണം ബാത്റൂമിൽ പോകണമെങ്കിൽ. നമ്മൾ വിചാരിക്കും ഇത് അലമാരി ആയിരിക്കും. അത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു ബാത്റൂം, അവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്, എന്തൊക്കെയാ സുഖം. കുറച്ചവനെങ്ങനെ കറക്കാം. 10 ലക്ഷം രൂപ 12 ലക്ഷം രൂപ അറയുണ്ടാക്കി കൊടുക്കും. അപ്പൊ ഞാൻ ഒരു ദിവസം അവിടെ ചോദിച്ചു, നിങ്ങൾക്ക് സുഖമല്ലോ? ഭാര്യ വീട്ടിൽ പരമസുഖം. പരമസുഖം, പണയില്ലെങ്കിൽ പട്ടിക്ക് തുല്യം. അവരിങ്ങോട്ട് പറഞ്ഞ മറുപടിയാണ്. കുറച്ച് നാളത്തേക്ക് റാഹത്തായിരിക്കും, അത് കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ പട്ടിയുടെ സ്ഥാനമാണ്. എന്തിനാ അതിന് പോണത്? നമ്മളെ വീടുണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചൂടെ റാഹത്തായിട്ട്? അവിടെ പോയി കിടക്കേണ്ട സുബയില്ല, ഒന്നുമില്ല. അവിടെ കിടന്ന് സൂചിച്ച് ഒരു അറയിൽ ഇങ്ങനെ കിടന്നിട്ട് എന്ത് കിട്ടാനാണ്? അറ കിട്ടുമെന്നുള്ള അടി, നല്ല അറ കൊടുക്കാന്നുള്ള. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു തആല ചോദിച്ചത്, ലഅല്ലക റഗബ്ത ലിതസ്ദാദൽ ഇസ്സ, നീ ആഗ്രഹിച്ചത് ഇസ്സത്തായിരുന്നു അല്ലേ? മൻ ദഹബ ഇലാ ഇസ്സിൻ ഉബ്തുലിയ ബിദ്ദുൽ, ആരെങ്കിലും ഇസ്സത്ത് ആഗ്രഹിച്ചുകൊണ്ട് കല്യാണം കഴിച്ചാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ കൊണ്ട് പരീക്ഷിക്കും. മൻ ദഹബ ഇലാ മാലിൻ ഉബ്തുലിയ ബിൽ ഫഖരി, ആരെങ്കിലും സമ്പത്ത് മോഹിച്ചുകൊണ്ട് കല്യാണം കഴിച്ചാൽ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു അവനെ പരീക്ഷിക്കും അത്രേ. വമൻ ദഹബ ഇലാ ദീനിൻ, ആരെങ്കിലും ദീനിനെ ഉദ്ദേശിച്ച് കല്യാണം കഴിച്ചാൽ യജ്മഉല്ലാഹു ലഹു അൽ ഇസ്സ വൽ മാല മഅദ്ദീൻ, ദീനോടുകൂടി തന്നെ അല്ലാഹു തആല അവർക്ക് ഇസ്സത്തും സമ്പത്തും നൽകുമെന്ന് കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. നബി തങ്ങളുടെ ഹദീസ് എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല ഈ പരാതിയുമായിട്ട് വന്ന വ്യക്തിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു ഭാര്യയുടെ മുന്നിൽ നമ്മൾ നിന്ദ്യനാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവളുടെ സമ്പത്ത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഖിയാമത്തിന്റെ അടയാളമാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാ ഹത്താ തറജുലു ഇംറാതഹു, ഒരു ഭർത്താവ് തന്റെ ഭാര്യ അനുസരിക്കേണ്ട ഒരു ഗതികേട് വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ അനുസരിക്കണം. അതാണ് ഈമാൻ, അതാണ് വിശ്വാസം, അതാണ് പെങ്ങളെ നീ സ്വഭാവിയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഒരു ഭർത്താവിനെ ഭാര്യ അനുസരിക്കലാണ്, ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യലാണ്, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യലാണ്. ഇന്നൽ മർഅത ഇദാ സല്ലത് വലം തദ്ഉ ലിസൗജിഹാ ലം യഖ്ബലില്ലാഹു സലാത്തുഹു ഹത്താ തദ്ഉ ലിസൗജിഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു ഭാര്യ അവൾ നമസ്കരിച്ചതിന് ശേഷം തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാതെ നമസ്കാര പായയിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ ലം തുഖ്ബൽ സലാത്തുഹാ, അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ തദ്ഉ ലിസൗജിഹാ, തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്നത് വരെ അവളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെ നോക്കിയാൽ നമ്മുടെ പെണ്ണുങ്ങളെക്കാരെല്ലാം പോക്കാം. എത്ര പേര് ദ്വാരക്കുന്നുണ്ട്, എത്ര ഭാര്യമാർ നമുക്ക് ദ്വാരക്കുന്നുണ്ട്. പരുന്ന് മനസ്സുകൊണ്ട് വലുതായിട്ട് അയാൾക്കിന്റെ ദ്വാരയും കൂടെ കുഴപ്പമേ ഉള്ളൂ. ദുആ അല്ല, പണ്ടാരടങ്ങ ചാവാൻ വേണമെങ്കിൽ ഞാൻ കുറെ ദ്വാരക്കാം. പണ്ടാരുടെ തലേന്നൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഇടങ്ങാറ്. എന്ത് ത്യാഗമാണെങ്കിലും ഭർത്താക്കന്മാരെ അങ്ങനെ പറയരുത് കേട്ടോ. എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഭർത്താക്കന്മാരെ അവരോട് കാണിക്കുന്നതിന് അതിന് വേറെ ഇടി വേറെ ഉണ്ട്, ഇടി അത് വേറെ ഉണ്ട്.
എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഭാര്യ ഒരു ആൺകുട്ടിയെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹക്ക് ഉമ്മയോടാണ്. ഒരു പെണ്ണിനെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹക്ക് തന്റെ ഭർത്താവിനോടാണ്. അതല്ലല്ലോ ലക്ഷ്യമായിട്ട് കാണരുത്. ഭർത്താവിനെ നിന്ദ്യനായിട്ട് കാണാൻ പാടില്ല, നികൃഷ്ടനായിട്ട് കാണാനും പാടില്ല ഭർത്താവിനെ. അത്രയായോ? അരമണിക്കൂർ കൂടെ ഉള്ളൂ, 11 മണി തീർന്നു. ഞാൻ അറിഞ്ഞില്ല സംഭവം, പെട്ടെന്ന് സമയം കൊടുത്തിട്ടില്ലേ? ഇന്ന് കൊടുക്കോ? എന്നിട്ട് വീട്ടുകളിൽ കൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ട് കൊടുക്കും, നിങ്ങളോണ്ട് വെച്ച് കൊടുക്കും അല്ലേ? അവർ കൊണ്ടുപോകും. എന്നെക്കാണല്ലേ വീട്ടിൽ കൊണ്ടുവച്ച് അവരെ വീട്ടിൽ പോയി പേരൊക്കെ എഴുതി വെക്കലല്ലേ നല്ലത്. ഒരെണ്ണം ഉദ്ഘാടനത്തിനോട് വെച്ചും കൊടുക്കാറില്ല, അതല്ല കാര്യം, അതാ നല്ലത്. അല്ല നിങ്ങൾ കൊണ്ടുപോകുന്ന അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന ആളുടെ കയ്യിൽ കൊടുത്തിട്ട് അയാളെ വീട്ടിൽ കൊണ്ട് 10,000 നിങ്ങൾ വഞ്ചി എടുക്കാൻ. നിങ്ങൾ ഏതെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു അതിൻ്റെതായ ആൾക്കാരെയൊക്കെ വിളിച്ച് ഓരോ വീട് എവിടെയാണെന്ന് വെച്ചാൽ വീട് അവരുടെ അഡ്രസ്സോ വീട്ട് നമ്പരൊക്കെ എഴുതി വെക്കണം. താത്താ നിങ്ങൾ രാവിലെ കടക്കൊക്കെ പോകുമ്പോൾ ഒരു 10 രൂപ അതിനകത്ത് ഇട്ടിട്ട് പോണേ, വർക്കത്തായിട്ട് എന്ന് പറഞ്ഞൊക്കെ വെച്ചിട്ട് പോകണം. അവരെ ഇൻഷാ അല്ലാഹ് ഒരു മുസീബത്തിന് വരും, പാവപ്പെട്ടവരെ സഹായിക്കാനാണെന്ന് പറഞ്ഞ നീയത്തോടെ ഒരു 10 രൂപ അതിനകത്ത് ഇട്ടിട്ട് പോകണം. അതൊരു മാസം ലാസ്റ്റ് ആകുമ്പോൾ ഒരാൾ പോയി എടുക്കണം. അൽഹംദുലില്ലാഹ്, അതാ ഹൈർ. അങ്ങനെ ആൾ പോകണം. അല്ല ഇവിടെ വെച്ച് എല്ലാവർക്കും ഇങ്ങനെ എടുത്ത് അതിൽ കവർ കൊടുക്കുന്ന പോലെ സംഭവം. ഒരെണ്ണം വർക്കത്തിന് ഉദ്ഘാടനം ഇവിടെ ആർക്കെല്ലാം കൊടുക്കാം. എന്താ ഇവിടെ 2-3 പേർക്കും കൊടുക്കാം. എന്താ ഒരു 3 എണ്ണം കൊണ്ടുപോയി 3 പേർക്ക് വർക്കത്താൻ കൊടുക്കാം. ബാക്കി നിങ്ങൾ പോയിട്ട് വീട്ടിൽ കൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരല്ലേ? അത് കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. ഒരെണ്ണം ഒരു വെറൈറ്റി മാർബിൾ കൊണ്ട് വെച്ചേരാ കേട്ടോ. മാർബിൾ ലാഭം കിട്ടുന്നതിൻ്റെ ഓരോ 1% ഒരു 10 രൂപ ഇതിനകത്തിട്ടൂടെ രക്ഷപ്പെടട്ടെ. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കും വർക്കത്തിട്ട് ഇവർക്കും വർക്കത്തിട്ട്. എല്ലാ കടലും ഒരെണ്ണമുണ്ട്. വേറെ മാർബിൾ എത്രക്കാരും ഇവിടെ ഉണ്ടോ? അവരുടെ കാര്യമെല്ലാം കൊണ്ടുവരും. പേരെനിക്കറിയാത്തതുകൊണ്ട് വല്ലപ്പോഴും ഉസ്താദിനെ ഒന്ന് കാണണ്ടേ, എന്നാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. 10 പെട്ടെന്ന് ഒരുപാട് ഇനി പറയാനുണ്ട് വിഷയം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? ഒരു കാലഘട്ടം വരും അന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നതിന് പകരം ഭർത്താക്കന്മാർ ഭാര്യമാരെ അനുസരിക്കേണ്ടി വരും. അത് ഖിയാമത്തിന്റെ അടയാളാണ്. ഖിയാമത്തിന്റെ അടയാളാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയുണ്ടായി. ഫഖാല മുഖാതിബൻ ലിആയിഷ യാ ആയിഷ. സഹോദരിമാരെ നല്ലപോലെ മനസ്സിലാക്കണം ഈ ഹദീസ്. സഹോദരിമാർ നല്ലപോലെ മനസ്സിലാക്കണം. അയ്യുമാ ഇംറാത്തിൻ തുദീ സൗജഹാ ബിലിസാനിഹാ ഇല്ലാ ജഅലല്ലാഹു ലിസാനഹാ യൗമൽ ഖിയാമത്തി 70 ദിറാഅൻ മിനന്നാർ. ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ നാവ് കൊണ്ട് വേദനിപ്പിച്ചാൽ അവളുടെ നാവ് 70 മുഴം നാളെ ഖിയാമത്ത് നാളിൽ വലിച്ചു കെട്ടപ്പെടുമെന്ന് നീട്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. കുറേ വിഷയങ്ങൾ പറഞ്ഞു. ആയിഷ ബിയുടെ കുറേ വിഷയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ നാവ് കൊണ്ട് വേദനിപ്പിച്ചാൽ അവളുടെ നാവ് 70 മുഴം വലിച്ച് നീളത്തിൽ ബന്ധിക്കും. ഹദീസ് അനുബിതങ്ങളുടെ വാക്കാണ്. ഇല്ലാ ജഅലല്ലാഹു ലഹു ഇല്ലാ ജഅലല്ലാഹു ലിസാനഹാ 70 ദിറാഅൻ മിനന്നാർ. നരകത്തിൽ കൊണ്ടിട്ട് നരകത്തിന്റെ നാവായിട്ട് വലിച്ചെടുത്തു. പിന്നീട് അവളുടെ പിരടിയിൽ ചുറ്റിയത് ബന്ധിക്കപ്പെടുമെന്നും കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവിയോട് പറയുകയുണ്ടായി. ഒരു ഭർത്താവിനെ നമ്മൾ നാവ് കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല ഒരു കാരണവശാലും. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ നിൽക്കുമ്പോൾ ജിബ്രീൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ. നബിയെ, അങ്ങയുടെ അരികിൽ നിൽക്കുന്നത് ഖദീജയാണ്. അതതക മഅഹാ ഇനാഉൻ ഫീഹി തആമു വശറാബ്. അങ്ങയുടെ അരികിലേക്ക് പാത്രവുമായിട്ടാണ് വന്നത് ഖദീജ. ആ പാത്രത്തിൽ അങ്ങേക്കുള്ള ഭക്ഷണമുണ്ട് നബിയെ, അങ്ങേക്കുള്ള പാനീയമുണ്ട് നബിയെ.
ഫബശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന. നബി തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ആ ഖദീജയോടൊന്ന് പറയണേ നബിയേ, സ്വർഗത്തിൽ അവൾക്കൊരു സന്തോഷ വാർത്തയാണ്, ഒറ്റമുത്തിനാലുള്ള കൊട്ടാരം അല്ലാഹു അവൾക്ക് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള സന്തോഷ വാർത്ത അവളോട് പറയണേ യാ റസൂലല്ലാഹ്. ഖദീജ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇത് ഖദീജ ആണ് കേട്ടോ. ഖദീജ അടുത്ത് നിൽപ്പുണ്ട്. അങ്ങേക്ക് ഭക്ഷണമായിട്ട് വന്നിരിക്കുകയാണ്. ഭക്ഷണം എവിടത്തേക്കാ ഭക്ഷണം? എവിടുന്ന ഭക്ഷണം? വടക്കന്തലയിൽ നിന്ന് വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ എടപ്പള്ളിക്കോട്ട വരെ കൊണ്ടുപോവല്ല, താഴെ മക്കയില് ഹറമിന്റെ വാതിൽ, അവിടെയായിരുന്നു അന്നത്തെ വീട്. അവിടെ നിന്ന് ഭക്ഷണമായിട്ട് ജബലുന്നൂർ മുകളിലേക്ക് പിടിച്ചു കയറണം, ആ മലയുടെ മുകളിൽ. ഇന്ന് പടിയുണ്ട്, അന്ന് പടിയില്ല, പിടിച്ചു കയറണം. അന്ന് അങ്ങനെ കയറിയിരുന്നു. ബഹുമാനപ്പെട്ട മാതിയായ ആയിഷ ഖദീജ റളിയല്ലാഹു തആല നബി തങ്ങൾക്ക് ഭക്ഷണമായിട്ട്, ഭർത്താവിന് ഭക്ഷണമായിട്ട് കൊണ്ടുപോയി. ഓർമ്മയുണ്ടോ? നമ്മുടെ ഭാര്യമാർ ആശുപത്രി കിടന്നു വെള്ളം കൊണ്ട് തരുമോ? ആരുടെ കയ്യിലെല്ലാം കൊടുത്തു വിടും. കൊണ്ട് ഓട്ടോറിക്ഷക്കാരൻ വെച്ചിട്ട് 20 കൊടുത്തിട്ട് അതായത് കൊണ്ട് കുറവാ, ഇക്ക ആശുപത്രി കിടക്കുന്നില്ല, കൊണ്ട് കുറവാണ്. വൈകിട്ട് മക്കളെ പറഞ്ഞു വിടും കൂടെ കിടക്കാൻ. അവള് പോവില്ല, അവിടെ കൊതുവൊക്കെയാണ്, വൃത്തികേടാ, ഞാനെന്നും കൊതു. അപ്പൊ കെട്ടിയോനോട് വൃത്തികേട് കിടന്നോട്ടോ, കൊതു അടിയുണ്ടല്ലോ, നീ നല്ല സൂചിച്ച് ചാറ്റിക്കൊണ്ട് കിടന്നോ. ഇവള് ദ്വാരക്ക ഒരു 10 ദിവസം കൂടെ നീട്ടി കൊടുക്കണേ അല്ലാഹു, കാരണം സുഖമായിട്ട് ചാറ്റാലോ. ഇന്നത്തെ കാലം അന്നത്തെ കാലല്ല കേട്ടോ, ഇന്നത്തെ കാലം. 10 ദിവസം കൂടെ നീട്ടി കിട്ടാൻ വേണ്ടി ദ്വാരക്ക. ഡോക്ടർ എന്നാ പൊയ്ക്കോളം പറഞ്ഞാൽ ഇല്ല, കുറച്ചുകൂടെ വിമ്മിഷ്ടം ഉള്ളത് പോലെ ഉണ്ട് സാറേ, ഒരു 2-3 ദിവസം കൂടെ കിടന്നോട്ടെ സാറേ, 2-3 ദിവസം കൂടെ ചെറിയൊരു വിമ്മിഷ്ടം, എല്ലാം റാഹത്തായിട്ട് മാറിയിട്ട് പോയാൽ മതി. കാരണം ഇവളുടെ പൈസ അല്ലല്ലോ പോകുന്നു, അവന്റെ പൈസ അല്ലേ. അതൊക്കെ ചിന്തിക്കണം. ഒരു ഭർത്താവിനോട് ഒരു ഭാര്യയോടുള്ള കടമയാണ് നമ്മുടെ നാട്ടിലത്തെ കടമ. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഖദീജ റളിയല്ലാഹു അൻഹ കേറുമായിരുന്നു ഭക്ഷണം കൊണ്ട്. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം ഖദീജ ബീവിക്ക് സ്വന്തമാണ്. മിൻ ഖസബിൻ, ഒരൊറ്റ മുത്തിനാലുള്ള കൊട്ടാരം. ലാ സഖബ ഫീഹി വലാ നസബ, ഒരു ഒച്ചപ്പാടോ ശബ്ദ കോലാഹലങ്ങളോ ഒന്നുമില്ലാത്ത ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം സ്വർഗത്തിൽ അല്ലാഹു തആല ഖദീജ ബീവിക്കുണ്ട്. അതെന്തിനാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹദിയായ ഭാര്യയായ ഖദീജ ബീവിക്ക് ഒറ്റമുത്തിനാലുള്ള സ്വർണ്ണ കൊട്ടാരം അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ നൽകുമെങ്കിൽ അതിന്റെ കാരണം ലം തസ്ഖബ് സൗതഹാ ലം തർഫഅ സൗതഹാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ മിനൽ അയ്യാം വലം തുസ്ഖിബുഹു യൗമൻ മിനദ് ദഹ്രി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെന്ന ഭർത്താവിന്റെ മുന്നിൽ 25 വർഷക്കാലത്തോളം ജീവിച്ച മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ സംസാരിക്കുകയോ നബി തങ്ങളുടെ മുഖത്ത് നോക്കി കയർത്ത് സംസാരിക്കുകയോ ഒച്ചയിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടേയില്ല. ആ കാരണത്താലാണ് ഒച്ചപ്പാടില്ലാത്ത എല്ലാ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളോടും കൂടിയ ഒറ്റമുത്തിനാലുള്ള കൊട്ടാരം ഖദീജ ബീവിക്ക് സ്വന്തമാണെന്ന് ജിബ്രീൽ വന്ന് നബി തങ്ങളോട് അറിയിച്ചത്. എന്താ കാരണം? ലം തർഫഅ സൗതഹാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒച്ചയിട്ട് സംസാരിച്ച ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇല്ലാത്ത, അങ്ങനെ ശബ്ദിക്കാത്ത ഭാര്യമാർക്ക് സ്വർഗത്തിൽ കൊട്ടാരമുണ്ട്. നമ്മൾ ഒന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് ഗവേഷണം ചെയ്ത് നോക്കണം. കല്യാണം കഴിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ ഇവൾ എന്നോട് എത്ര പ്രാവശ്യം ചാടി കയറിയിട്ടുണ്ട്, കയർത്ത് സംസാരിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം എന്നോട് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കൊന്നും കിട്ടൂല. ഇനി കിട്ടും ഇൻഷാ അല്ലാഹ്. ഇന്ന് പോയി പൊരുത്തം ചോദിച്ചാൽ കിട്ടും. ചിലപ്പോ നാളെ അവളെ വടിയായി പോയാലോ, നാളെ ചില വടിയായി പറയാൻ പറ്റില്ല. ഇന്ന് പോയി പൊരുത്തം ചോദിച്ചോണം ഇൻഷാ അല്ലാഹ്. ഇവിടുന്ന് പോകുന്നവരല്ല ദീർഘായുസ്സ് കൊടുക്കട്ടെ, പോയി കഴിഞ്ഞും കൊടുക്കട്ടെ. അല്ല, പൊരുത്തം ചോദിക്കാൻ വേണ്ടി അതിന് മുമ്പ് അങ്ങനെ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി പറയുന്നത്. പോയിട്ട് ഇന്ന് പോയി പൊരുത്തം ചോദിച്ചോണം. എന്ത് വിഷയം വന്നാലും നമ്മൾ ഭാര്യ ഭർത്താവിനോടാണ് പൊരുത്തം ചോദിക്കേണ്ടത്. അങ്ങോട്ട് തിരിച്ചും ചോദിച്ചോണം.
അത് നമ്മളോടുള്ള കണക്ക്. പക്ഷെ ഹദീസിൽ കാണുന്നത് അയ്യുമാ ഇംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന കമാ ഖാല റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു ഭാര്യ മരിക്കുന്ന സമയത്ത് തന്റെ ഭർത്താവിന്റെ പരിപൂർണ്ണ തൃപ്തിയോടുകൂടിയാണ് ഒരു ഭാര്യ മരിക്കുന്നതെങ്കിൽ അവൾ സ്വർഗത്തിലാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞുവെങ്കിൽ മഹദിയായ ഖദീജ 25 വർഷ കുടുംബ ജീവിതത്തിന്റെ ഒടുവിൽ അവസാനമായി ലോകത്ത് നിന്ന് വിട പറയുന്ന വേളയിൽ ബഹുമാനപ്പെട്ട ഖദീജ ബീവി രോഗശയ്യയിൽ കിടക്കുകയാണ്. ഖദീജ ബീവിയുടെ രോഗം ഊർജിക്കുമ്പോ ബഹുമാനപ്പെട്ട ഖദീജ ബീവി നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്മഅ വസായാ, എന്റെ ഉപദേശം ഒന്ന് കേൾക്കണേ, എന്റെ ഉപദേശം ഒന്ന് കേൾക്കണേ നബിയേ. മരണത്തോടടുത്ത് കിടക്കുകയാണ് മഹദിയായ ഖദീജ, മരിക്കാൻ പോവുകയാണ് മഹദിയായ ഖദീജ. 65ഓളം വയസ്സായ ഖദീജ റളിയല്ലാഹു തആല അൻഹാ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങളെ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് നിറ കണ്ണുകളോട് ഖദീജ ബീവി പറയുകയാണ്, നബിയേ ഫഅഫുനി യാ റസൂലല്ലാഹ് ഇന്നി ഖാസിറുൻ ഫീ ഹഖിക ഫഅഫുനി യാ റസൂലല്ലാഹ്. ഏത് പെണ്ണാണ് പറയുക, എന്റെ പൊന്നു പെങ്ങളെ, പൊന്നു സഹോദരിമാരെ, ഓർക്കണേ, ലോകത്തിന്റെ നേതാവിന്റെ മഹദിയായ പ്രിയങ്കരിയായ ഖദീജ ബീവിയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന വേളയിൽ നിറ കണ്ണുകളോടെ തന്റെ പ്രവാചകനോട് പൊരുത്തം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഖാസിറുൻ ഫീ ഹഖിക. 25 വർഷ ജീവിതകാലത്തിൽ അങ്ങയുടെ കുടുംബ ജീവിതത്തിൽ എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഫഅഫുനി യാ റസൂലല്ലാഹ്, എന്നോട് മാപ്പാക്കണേ, എന്നോട് പൊറുക്കണേ നബിയേ. നബിതങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു വാക്ക്, നബിതങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു വാക്ക്, എന്നോട് പൊറുക്കണേ. ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താ നേരത്തെ പറഞ്ഞത്, ലം തർഫഅ സൗതഹാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കാത്ത ഖദീജയാണ്. 40 വയസ്സ് ഖദീജ, 25 വയസ്സ് നബിതങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്ത ഖദീജ ബീവി പൊരുത്തം ചോദിക്കുന്ന മരിക്കാറായി കിടക്കുന്ന സമയത്ത്, മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയത്ത് പൊരുത്തം ചോദിക്കുകയാണ്. ഇന്നി ഖാസിറുൻ ഫീ ഹഖിക ഫഅഫുനി യാ റസൂലല്ലാഹ്. പൊരുത്തം നബിയെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അത് കേട്ടപ്പോൾ സഹിക്കവയ്യാതെ ഖദീജ ഹാശാ വകല്ലാ മാ റഅയ്തു മിൻക തഖ്സീറാ ഇല്ല ഖദീജ. അങ്ങനെ പറയരുതേ ഖദീജ, എൻ്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്നിൽ നിന്ന് ഒരു അപാകത പോലും ഞാൻ കണ്ടിട്ടേ ഇല്ല ഖദീജ. കണ്ടിട്ടില്ല. എത്ര വലിയ കുടുംബം അല്ലേ, എത്ര വലിയ സന്തോഷം. ആലോചിച്ച് നോക്കാം, 40 വയസ്സ് ഭാര്യയ്ക്ക്, 25 വയസ്സ് ഭർത്താവിന്, ആ വയസ്സായ 25 വർഷം ഒരു കുടുംബ ജീവിതം നയിച്ചു. ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും അപ്പൊ അവരുടെ അവസ്ഥ. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ 42 വയസ്സാകുമ്പോൾ അവളെ വീട്ടിൽ കൊണ്ടാക്കേണ്ടി വന്നാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അവരുടെ കുടുംബ ജീവിതത്തിലായിരുന്നു. നബിതങ്ങളുടെ 11 ഭാര്യമാരിൽ ഏറ്റവും വലിയ സന്തോഷം ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായിട്ടുള്ള ജീവിതത്തിലായിരുന്നു. അറിയോ?